ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഒരു ലേസി സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ആണെങ്കിൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും നന്നായി കിടന്നുറങ്ങി നേരം വൈകി എണീക്കുന്നവരെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാവരും. അപ്പോൾ നമ്മൾ നേരം വൈകിയാണ് കേട്ടോ ഇത്ര എണീറ്റിട്ടുള്ളത്. പിന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ് അടുക്കളയിൽ. നമ്മൾ രാവിലെ അപ്പമാണ് ഉണ്ടാക്കണം. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടൂസിന് കുറച്ച് പാല് ഞാൻ കാച്ചാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ തന്നെ പാല് കുടിക്കണം എന്നാണ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പശുപാല് ഇപ്പോൾ കാച്ചിയാണ്. അപ്പോൾ അവന് മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചായ തിളച്ച് വന്നിട്ടുണ്ട്. ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ അപ്പം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പവും മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. അവന് ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിയിലാണെങ്കിലും ശരി അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാപ്പി കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവന് ഫുഡ് കൊടുക്കാനായിട്ടിരുന്നു. അവന് അപ്പോൾ കൊടുത്തിട്ട് ഒരു മുട്ടയും കൊടുത്തു. അവന് ഫുഡ് കഴിച്ചാൽ തന്നെയാണ് ഒരു ഉഷാറുണ്ടാവുള്ളൂ. പിന്നെ ഞാനും ഫുഡ് കഴിച്ചിട്ട് രണ്ടപ്പം കൊടുത്ത് ഞാനും കഴിച്ചു തുടങ്ങി. പിന്നെ നമുക്ക് പിന്നെ ജോലിയുടെ സമയമായി. പിന്നെ നമുക്ക് തുണി ഇത്തിരി അലക്കാറുണ്ടായിരുന്നു, കുറച്ചിനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങിയത് കണ്ടതോടുകൂടി അവനും എൻ്റെ ഒപ്പം ഇറങ്ങി കേട്ടോ. അവൻ ഈ വെളിയിലേക്ക് കിടന്ന് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അടുപ്പത്താണെങ്കിൽ ചോറിൻ്റെ പരിപാടികളും തകർക്കുകയാണ്. അതിനിടയിൽ ഞാൻ അവനെ ഉറക്കാൻ പോയി. ഈ വായിൽ കൈ വെച്ചിട്ട് ഉറങ്ങുന്നവന് ഇത്തിരി ശീലമുണ്ട്. അപ്പോൾ വിശക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഉറക്കം വരുമ്പോൾ മാത്രമാണ് വായിൽ കൈ വയ്ക്കുള്ളൂ. പിന്നെ ഈ കർട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ റൂമിൽ ഇങ്ങനെ ഒരു ഡിം ലൈറ്റ് പോലെ കാണുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ചെന്നപ്പോൾ നമ്മൾ രണ്ട് മീൻ ഇരിപ്പുണ്ട്. അപ്പം നന്നായി പുരട്ടി വെച്ചിട്ടോ. അപ്പം വന്ന് നോക്കിയപ്പോൾ മെഷീനിലെ എല്ലാ തുണികളും സെറ്റായിട്ടുണ്ട്. ഇനി പോയി നമുക്ക് വിരിക്കേ വേണ്ടു. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം വേഗം പോയിട്ട് നമുക്ക് വിരിക്കാം. അപ്പം നമ്മളൊരു കമ്പിയിലാണ് കേട്ടോ വിരിക്കുന്നത്. നമുക്കങ്ങനെ അഴ കെട്ടാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല കേട്ടോ. ഒരു കമ്പിയിലാണ് തുണികളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറഭാഗവും മുറ്റവും എല്ലാം നമ്മൾ തൂത്തെടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകവും മുറ്റമൊക്കെ നല്ലപോലെ തൂത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടൂസിനെ കുറിച്ച് ഡയപ്പറൊക്കെ ഇരിപ്പുണ്ട്. നമ്മളത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ ഒന്നിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ജെല്ല് മാറ്റിയിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ പരിപാടികൾ തുടങ്ങിയായി. പിന്നെ അവ ഉറങ്ങണ കാരണം തന്നെ എനിക്കിത് ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിന്ന് തോരന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്യാബേജ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് തോരനും മീൻ പൊരിച്ചതുണ്ട്. പിന്നെ അപ്പുറത്തേൽ മീൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ പണിയെല്ലാം ഒരു ഇതൊക്കെ കഴിഞ്ഞ ശേഷം ചെന്നപ്പോൾ കിണറ്റ് നല്ലപോലെ ഈ പുല്ലുകളൊക്കെ വന്ന് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഹസ്ബൻഡ്. ഇപ്പോൾ കണ്ട ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയ പുല്ലുകളാണ്ട് അതൊക്കെ പറിച്ചെടുത്ത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേടിയാവുന്നുണ്ട്. ഇതിൻ്റെ ഭിത്തി നല്ല ഹൈറ്റ് ഇല്ലാത്ത കാരണം തന്നെ ഈ കമ്പി ഇട്ടില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. അതുപോലെ തന്നെ മോനൊക്കെ ഉള്ള കാരണം പ്രത്യേകിച്ച്. അപ്പോൾ ഈ കമ്പിയൊക്കെ ഇട്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഹസ്ബൻഡിന് ചോറ് കൊടുത്ത് പപ്പിക്ക് അവൻ എണീറ്റിട്ടാ. അവൻ എണീറ്റിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അവന് നാണം വന്നു. അപ്പോൾ അവനായിട്ട് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട മോന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ പണി തുടങ്ങി. അപ്പോൾ കഴുകാനായിട്ട് ഒത്തിരി പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മടിയായിരിക്കും. പിന്നെ അപ്പോൾ ഇത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയില്ല. തുടച്ച് വൃത്തിയാക്കിയല്ലേ വേണ്ടു. ഒതുക്ക് പിറക്കലൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി എല്ലാം അവിടെ അടക്കി പറക്കി വെച്ചിട്ടാ. പിന്നെ ഞാൻ ചോറ് കഴിക്കായിരുന്നു. ഞാൻ ചോറിനെടുത്ത് ചോറ് മീൻകറി മുട്ട ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. പിന്നെ 2 തലയും തോരനായിരുന്നു. ഇത് വെള്ളക്കറിയാണ് കേട്ടോ. ഞാൻ എടുക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ തുടയ്ക്കാനും ഒക്കെ ആയിരുന്നു. അതൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പാത്രം നമ്മൾ ഇങ്ങനെ കിച്ചണിൽ വെച്ച് നോക്കട്ടെ. നമുക്ക് ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റുകളും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ഒരു കവറും വെക്കും. ഈ കവറോടെ തന്നെയാണ് നമ്മൾ വേസ്റ്റ് കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ എല്ലാം കൂടി വെച്ചതിന് ശേഷം ലാസ്റ്റ് എല്ലാം കൂടി ഡബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്തിരി കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒതുക്കി പെറുക്കി വന്നപ്പോൾ ഞാൻ കുളിച്ച് കുട്ടൂസനെയും കുളിപ്പിച്ചിട്ട് അവനെയും കുളിപ്പിച്ച് ക്രീമെല്ലാം പരട്ടിയിട്ടാ. അവൻ ഈ ഡെർമാഡോവിൻ്റെ ഈ ക്രീമാണ്, ബേബി ക്രീമാണ് കേട്ടോ അവൻ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം പിരികൊക്കെ എഴുതാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. ഒട്ടും സമ്മതിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ. അവന് ഒട്ടും ഇഷ്ടമല്ല. ചില സമയത്തൊക്കെ ഞാൻ ഉറങ്ങണ സമയത്തൊക്കെയാണ് ഈ വരച്ചു കൊടുക്കാറ്. പക്ഷെ ഇപ്പൊ എന്തോ ഇടയ്ക്ക് ഇങ്ങനെ ഭീഷണിക്ക് പെടുത്തിയിട്ട് അവൻ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു ഇതൊക്കെ വരച്ചെടുത്ത്. ഒട്ടും കറക്റ്റൊന്നും ആയില്ല. ഒരു ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടൂസിന്റെ ഫൈനൽ ലുക്ക്. അവന് ഇങ്ങനെ ഇട്ട് എല്ലാം കഴിയുമ്പോൾ അവന് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അത് വരെ ഇരിക്കാനാണ് പാട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ജോലി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ ഉറക്കം വന്ന് പിന്നെ അവനെ ഉറക്കൂട്ടാം. അവൻ വൈകിട്ട് ഒത്തിരി നേരം ഉറങ്ങും.
അപ്പോൾ ഞാനും കുളിച്ച് പിന്നെ എനിക്ക് പിന്നെ പഠിക്കാനുണ്ട്. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡിസംബറിൽ എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ പഠിക്കാനൊക്കെ ഇരുന്ന് അവൻ ഉറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് പഠിക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഒരു മാഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാഗി ഉണ്ടാക്കി. പിന്നെ ഒരു കോണുണ്ടായിരുന്നു. കോണും അവിച്ചെടുത്തിട്ട് അപ്പോൾ മുട്ടയുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ചിക്കി പൊരിച്ചെടുത്ത് ഇതെല്ലാം ചായയും കുടിച്ച് ടി വിയും കണ്ടിരുന്നിട്ട് അപ്പോൾ രാത്രി നമ്മൾ അപ്പം ഉണ്ടാ കഴിച്ചത്. അത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂട്ടോ വീഡിയോ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഞാൻ കുട്ടൂസിനും കൂടി വിളിച്ചിട്ടാ. അപ്പോൾ അവനാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.